നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. എന്റെ ഗ്രാൻഡ് ഫാദറിന് 9 ആന ഉണ്ടായിരുന്നു. എത്ര ആന? 9. എന്റെ ദൈവമേ, ആ ആനകളൊക്കെ എന്തു തന്നു ജീവിച്ചോ? അതിലൊരു ആനയായിരിക്കും ഈ അരിക്കൊമ്പൻ. മതിയടി, പോലീസുകാരുടെ നിലയ്ക്ക് നിന്നാ മതി. എന്റെ അടുത്ത് വെളച്ചിലും കൊണ്ട് വരണ്ട. ഈ നിൽക്കുന്ന മൈഥിലിയുടെ പ്രൊട്ടക്ഷന് വേണ്ടി ACP മാഡമാ എന്നെ ഇങ്ങോട്ട് പോസ്റ്റ് ചെയ്തേക്കുന്നത്. ഞാനൊരു സൂചന തന്നതല്ലേ? ഇതിന്റെ പിന്നിൽ എല്ലാ ശത്രുക്കളും ഉണ്ട്. ഇവരെ മാനസികമായി പീഡിപ്പിക്കുകയോ ഭീഷണിപ്പെടുത്തുകയോ ചെയ്യരുത്. അങ്ങനെ ചെയ്താൽ അതെനിക്ക് ACP മാഡത്തെ അറിയിക്കേണ്ടി വരും. ഞാൻ അങ്ങനെ ചെയ്താല് അത് സാറിന് ബുദ്ധിമുട്ടാവും. എന്നാ പിന്നെ പോവല്ലേ നീ നിന്റെ കാമുവനെയും കൂട്ടി. സർ, സാറിന് എന്നോടൊന്നും തോന്നരുത്. ഡിപ്പാർട്ട്മെന്റിൽ എനിക്ക് ഏറ്റവും ബഹുമാനമുള്ള ആളാ കാർത്തിക് സാർ. ഇത് ACP സഹീറ മാഡം എന്നെ ഏൽപ്പിച്ചതാ. ഇപ്പൊ ഞാനാ ആ പോയവളുടെ ബോഡി ഗാർഡ്. നിങ്ങളെ ഞാൻ കണ്ടിട്ടുണ്ട്, പക്ഷേ പേര് മറന്നുപോയി. പേര് കൃപ. ഞാൻ ഇതെന്റെ ഡ്യൂട്ടിയുടെ ഭാഗമായി ചെയ്യുന്നതാ. അവള് ആ മൈഥിലി പരമ കള്ളിയാ. അവക്കുള്ള പണി ഞാൻ കൊടുത്തോളാം. ഓക്കെ മീനാക്ഷി. ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ, ഈ കുഞ്ഞിന്റെ കസ്റ്റോഡിയൻ ഇപ്പോഴും മൈഥിലിയാണോ? അതെ. ഓ, ഇതൊരു പ്രശ്നമാണല്ലോ. അത് തന്നെയായിരിക്കും അവളുടെ ബലം. അത് കുഴപ്പമില്ലെങ്കിലേ, ഞാനൊരു അഡ്വക്കേറ്റുമായിട്ട് കൺസൾട്ട് ചെയ്തു. അതിന് കോടതിയിൽ നിന്നൊരു ഇഞ്ചക്ഷൻ ഓർഡർ വാങ്ങിയാൽ മതി. അത് വാങ്ങിത്തരാന്ന് അയാൾ പറഞ്ഞിട്ടുമുണ്ട്. മൈഥിലിയുടെ കയ്യില് കുട്ടി സുരക്ഷിതയല്ലെന്ന് കോടതിയിൽ ബോധ്യപ്പെടുത്തണം. അതിനുള്ള ഒത്തിരി തെളിവുകളിപ്പോ നമ്മുടെ കയ്യിലുണ്ടല്ലോ. മോള് വിഷമിക്കാതെ മോളെ. സത്യം പറഞ്ഞ കാർത്തിക് ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞപ്പോഴാ കാര്യങ്ങൾ എനിക്ക് ബോധ്യമായത്. ഇനിയിപ്പോ കുഞ്ഞിനെ കണ്ടെത്തിയാ മതി, അല്ലേ കാർത്തിക്? അതെ. അവള് കുഞ്ഞിനെ കൊണ്ടുപോയി എവിടെയാ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നതെന്ന് ആർക്കറിയാം? അവളേതോ വർക്കിംഗ് വിമൻസ് ഹോസ്റ്റലിൽ താമസിക്കുന്നല്ലേ പറഞ്ഞത്? അതെ, ശ്രീനികേതൻ വർക്കിംഗ് വിമൻസ് ഹോസ്റ്റൽ. ഓ, അവിടെ എങ്ങനെ നമ്മുടെ കുട്ടിയുണ്ടോ? ഏയ് ഇല്ല. മൈഥിലിയുടെ നാവിൽ നിന്ന് തന്നെ കുഞ്ഞിനെ പറ്റിയുള്ള വിവരങ്ങളൊക്കെ നമുക്ക് കിട്ടും. അതെങ്ങനെ കിട്ടും? അവള് ലോക കള്ളിയാ. അത് ശരിയാ. ക്രിമിനലായ അവള് എന്തെങ്കിലും വിട്ടു പറയോ? അവളെ കൊണ്ട് പറയിപ്പിക്കാൻ ഇപ്പൊ ഒരു വഴി വന്നിട്ടുണ്ട്. സഹീറ മൈഥിലിയുടെ പ്രൊട്ടക്ഷന് വേണ്ടി ഡിപ്പാർട്ട്മെന്റ് അറിയാതെ ഒരു വനിതാ പോലീസുകാരി ഇട്ടിട്ടുണ്ട്, കൃപ. കൃപ അവരുടെ ആളായിട്ടാണ് നിൽക്കുന്നതെങ്കിലും മനസ്സുകൊണ്ട് നമ്മുടെ ആളാ. കൃപ നമ്മളെ സഹായിക്കും. കുട്ടി എവിടെയെന്ന് കൃപ കണ്ടെത്തും. മോളെ വിഷമിക്കാതിരിക്കെ. എന്തായാലും കുട്ടിയെ കണ്ടെത്താനുള്ള മാർഗം ഒന്ന് സ്പീഡപ്പ് ആവും. എന്തായാലും നിങ്ങൾ ഇരിക്കെ, ഞാൻ ഒന്ന് പോയിട്ട് വരാം. സത്യത്തിൽ നിന്റെ കുഞ്ഞിപ്പ എവിടെയാ?
ഇതൊക്കെ നീ അറിയേണ്ട കാര്യമല്ല. നീ എന്തിനാ ആവശ്യമില്ലാത്ത ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നത്? എന്റെ പേഴ്സണൽ കാര്യങ്ങളെല്ലാം ഞാൻ സഹീറയോട് പറഞ്ഞിട്ടുണ്ട്. സഹീറയോ? ACP ഇവൾക്ക് വെറും സഹീറ. നിന്റെ മടിയിലിരുത്തിയാണോ അവർക്ക് പേരിട്ടത്? ഡിപ്പാർട്ട്മെന്റിലുള്ള എന്റെ സുപ്പീരിയർ ഓഫീസേഴ്സിനെ എടി പോടിന്നൊക്കെ വിളിച്ച എന്റെ സ്വഭാവം മാറും കേട്ടോടി. നിർത്ത്. നീ എന്റെ ബോഡി ഗാർഡായ വേറെ ഒരു പോലീസുകാരി മാത്ര. എന്നെ നീ എന്ന് വിളിക്കാനൊന്നും നീ വളർന്നിട്ടില്ല. എന്റെ സർവന്റിനെ പോലത്തെ ഒരു പോലീസുകാരി എന്നെ കയറി വിളിക്കാൻ നീയെന്ന്. ഞാൻ ഏത് തറവാട്ടിൽ പിറന്നാണെന്ന് നിനക്കറിയാവോ? പുളിയിഞ്ചക്കൽ തറവാട്ടിലെ രാകേഷ് മേനോന്റെ ഏക മകളാ ഈ മൈഥിലി. ഏത് ഇഞ്ചിക്കല്ലേ? ഏത് മേനോൻ? പുളിയിഞ്ചിക്കൽ രാകേഷ് മേനോൻ. ആ തറവാട്ടിലെ ഏക അവകാശിയാ ഞാൻ. ഓ, ഏക അവകാശി ഈ ഹോസ്റ്റലിൽ, ഈ ഇട്ടാവട്ട മുറിയിൽ. കളിയാക്കണ്ട. എന്റെ ഗ്രാൻഡ് ഫാദറിന് 9 ആന ഉണ്ടായിരുന്നു. എത്ര ആന? 9. എന്റെ ദൈവമേ, ആ ആനകളൊക്കെ എന്തു തന്നു ജീവിച്ചോ? അതിലൊരു ആനയായിരിക്കും ഈ അരിക്കൊമ്പൻ. മതിയടി. പോലീസുകാരുടെ നിലയ്ക്ക് നിന്നാ മതി. എന്റെ അടുത്ത് വിളച്ചിലും കൊണ്ട് വരണ്ട. സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ വസ്ത്രവ്യാപാരികളാ ഈ അപ്സരാസ്. അവരുമായിട്ട് ഇങ്ങനെ ഒരു എഗ്രിമെന്റ് ഉണ്ടാക്കുന്ന തന്നെ നമ്മുടെ വലിയ ഭാഗ്യമാണ്. നമ്മളൊന്നും അറിയണ്ട. നമ്മൾ ബൾക്കായിട്ട് കല്യാണ സാരികള് മ്യൂറൽ പെയിന്റ് ചെയ്തങ്ങ് കൊടുത്താ മതി. മാർക്കറ്റിംഗ് അവര് വിറ്റോളും. അത് പിന്നെ കുറെ സ്റ്റാഫുകൾ വേണ്ടി വരില്ലേ? അതിനെന്താ, വർക്കില്ലാതെ പിരിഞ്ഞു പോയ നമ്മുടെ സ്റ്റാഫുകളെ തിരിച്ചെടുത്താ പോരെ? പക്ഷേ ഇതിന് കുറച്ച് പണം മുടക്കില്ലേ? ഉണ്ട്. അവരോട് നമ്മൾ അഡ്വാൻസ് ആയി പണം ഒന്നും വാങ്ങിക്കുന്നില്ല. അത് വേണ്ടെന്ന് വെച്ചിട്ടാ. തുടക്കത്തിലെ ലക്ഷക്കണക്കിന് രൂപ കയ്യിൽ വേണം. കോയമ്പത്തൂരോ മുംബൈയിലോ പോയി സാധനങ്ങൾ ഒരുമിച്ചെടുക്കണം. പിന്നെ പെയിന്റും. അതിനിപ്പോ പണം എവിടെ ഇരിക്കുന്നു? ഫണ്ടെല്ലാം ബിസിനസ്സിൽ റോളിംഗ് അല്ലേ? ഇതിനിടയ്ക്ക് കോടിക്കണക്കിന് രൂപ കൊണ്ടുപോയി ആ മീനാക്ഷി നശിപ്പിച്ചില്ലേ? ഇല്ലെങ്കി അവള് നശിപ്പിച്ചെങ്കിലേ അത് നിന്റെ അപ്പൻ മന്മഥപ്പണിക്കർ ഉണ്ടാക്കിക്കൊണ്ടത് കാശൊന്നുമല്ലോ. അവൾക്ക് അവകാശപ്പെട്ട കാശ് തന്നെയാ. അതിനവള് കാര്യമല്ലേ പറഞ്ഞത്? അതിന് നീ അവളോട് ചാടിക്കടിക്കാൻ നിൽക്കുന്ന എന്തിനാ? അത് ശരി. അപ്പോ അമ്മ ഇവള് വശത്തായോ? നന്നായി അമ്മേ, കുടുംബം രക്ഷപ്പെടും. സന്തോഷം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.